പ്രണയസഖി ഭാഗം 21. വെറുതെ കൊത്തിപ്പെറുക്കിയിരിക്കാതെ കഴിക്കു പൂജ. നീ കഴിക്കാതിരുന്നാൽ നിനക്ക് മാത്രമേ പോകൂ. നിന്റെ ശത്രുക്കളുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആരോഗ്യം വേണം. അവനൊക്കെ നിന്നെ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവരാ. അവൻ്റെയൊക്കെ മുന്നിൽ തോറ്റുകൊടുക്കാതെ നിൽക്കേണ്ടവളാ നീ. അത് ഓർക്കണം പൂജ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പൂജ മോളിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസത്തേക്ക് അവളുടെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയാമെങ്കിലും അവളെ എങ്ങനെയും തളർന്നു പോകാതെ പിടിച്ചു നിർത്തേണ്ടത് തൻ്റെ കടമയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നൊരു പെണ്ണാണ് പൂജ. അവൾ ഇതുവരെ പിടിച്ചു നിന്നു തന്നെ ദൈവത്തിൻ്റെ ഒരാളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. കിരണി സ്വയം പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കുന്നത് നോക്കി തൻ്റെ പ്ലേറ്റിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ പൂജയെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. ഏത് നിമിഷവും തൻ്റെ മുന്നിലേക്ക് വരാനിരിക്കുന്ന കിരണിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് പൂജ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓഫീസിലേക്ക് പോയത്. പോകും വഴിയോ അല്ലെങ്കിൽ അന്നത്തെ പോലെ തിരികെ വരുമ്പോഴോ അവനെ കാണേണ്ടി വരും. എനിക്കുറപ്പുണ്ട് അവൻ നിന്നെ തേടി തന്നെ വന്നതാവും ഇവിടെയെന്ന്. അവസാനം കണ്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി അത് കേട്ട് വാലും ചുരുട്ടിപ്പോകുമെന്നൊന്നും കരുതുന്നില്ല അവനെപ്പറ്റി. ഇത്രയും നാളായി തേടി വരാതിരുന്നതിന് പിന്നിലും എന്തെങ്കിലും കാരണമുണ്ടാകും. എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് ജീവിക്കുന്നവനാണ് കിരൺ. അവന് ഒരുപാട് മുഖങ്ങളുണ്ട്. അവനെ വിശ്വസിച്ചും സ്നേഹിച്ചും കഴിഞ്ഞ ഞാനാണ് മണ്ടി. ഇങ്ങനെ ഗൗതമിൻ്റെ മുന്നിൽ അവനും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് ഞാനായി ഇറങ്ങി വന്നത് അവൻ്റെ അടുത്തേക്ക് വരാനാണെന്ന് ഗൗതമിനെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനാവും അവൻ തന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതും ഇനിയും വിടാതെ പിന്നാലെ വരുന്നതും. ഒരിക്കലും ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ ചെല്ലരുത് എന്നൊരാവശ്യം കൂടി അവനുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇല്ല കിരൺ, നിന്റെ ഉദ്ദേശം ഒന്നും തന്നെ ഇനി നടക്കില്ല. പൂജ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുവാണ്. പുറകെ തന്നെ ആരോടോ സംസാരിച്ച് ഹിരണിയുമുണ്ട്. 2-3 സ്റ്റെപ്പ് ഇറങ്ങി വന്നതും കാണുന്നത് തങ്ങളുടെ വണ്ടിക്കടുത്തായി നിൽക്കുന്ന കിരണിനെയാണ്. പെട്ടെന്ന് അവനെ കണ്ടതും പൂജ ഞെട്ടലോടെ അവനെ നോക്കി. പിന്നാലെ വന്ന ഹിരണിയും കാണുന്നത് പരസ്പരം നോക്കി നിൽക്കുന്നവരെയാണ്. ഇവൻ വന്നോ ഇവിടെ? വരുമെന്ന് പൂജ പറഞ്ഞപ്പോഴും ഇങ്ങനെയൊരു വരവ്, അതും ഇത്ര പെട്ടെന്ന്. അപ്പോൾ ഇവളെ തന്നെ തപ്പി വന്നതാണവൻ. പൂജ പറഞ്ഞത് സത്യമായല്ലോ എന്ന് ഒരു നിമിഷം ഹിരണി മനസ്സിലോർത്തു. ഹിരണി ദേഷ്യത്തോടെ അവനെ നോക്കി പല്ലിറുമ്മി. പൂജ അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്ന് കയ്യിൽ പിടിച്ചതും പൂജ പെട്ടെന്ന് ഹിരണിയുടെ മുഖത്തേക്ക് നോക്കി. നീ വാ, നമുക്ക് പോകാം. പൂജയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നതും അവർക്കടുത്തേക്ക് കിരൺ പതിയെ നടന്നു വരുന്നുണ്ട്. കിരണിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും പൂജയിൽ തന്നെയാണ്. കുറേ നാളായി തേടി നടന്ന എന്തോ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷം അവൻ്റെ കണ്ണുകളിലുണ്ട്. എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാൻ പോകുന്നവനെ പോലെ പൂജയ്ക്കടുത്തേക്ക് വന്നു നിന്നവൻ അവർക്ക് തടസ്സമായി. ഹലോ, അറിയുമോ, അത്ര വേഗം പൂജക്കുട്ടി എന്നെ മറന്നുപോയോ? അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എൻ്റെ പൂജ സ്നേഹിച്ചത് ഈ എന്നെയല്ലേ? കിരൺ നാടകീയമായി പറഞ്ഞതും പൂജ വെറുപ്പോടെ അവനെ നോക്കി. അവൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അവനെ അവസാനമായി കണ്ടപ്പോൾ ഉള്ളതിനേക്കാൾ വെറുപ്പും ദേഷ്യവും ഇപ്പോൾ അവൾക്ക് അവനെ കണ്ടപ്പോൾ ഉണ്ട്. ഈ നാളിനുള്ളിൽ അവൾക്ക് മനസ്സിലായി അവൻ്റെ ശരിക്കുമുള്ള വിശ്വരൂപം. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചപ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടിയെന്ന് പറയാം. കിരൺ, വെറുതെ പ്രശ്നമുണ്ടാക്കാതെ പോയേ. ഹിരണി ഒന്നും മിണ്ടാതെ നിർവികാരമായി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് കിരണിനോടായി പറഞ്ഞു. കിരൺ, നീ പോകാൻ നോക്ക്. ഇനിയും പൂജയുടെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്. കിരൺ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ അലറിയതും ഹിരണിയും പൂജയും പെട്ടെന്നുള്ള അവൻ്റെ പ്രതികരണത്തിൽ ഞെട്ടിത്തറഞ്ഞു പോയി. ആരൊക്കെയോ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയവരിൽ പലരുമാണ്. അവരൊക്കെ ഇതെന്താ സംഭവം എന്നറിയാനായി ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. കിരൺ, പ്ലീസ്. പൂജ സന്ദർഭത്തിന് അയവ് വരുത്താനായി അവനെ വിളിച്ചു. ഇവിടുത്തെ ജോലി പോകുന്ന പണിയാണ് ഇതൊക്കെ. അവൾക്ക് തൽക്കാലം കിട്ടിയ ജോലി കളയാൻ താല്പര്യമില്ലായിരുന്നു. ഒരു പിടിവള്ളി പോലെ കിട്ടിയതാണ്. മാത്രവുമല്ല, ഹിരണിക്ക് കൂടി താൻ കാരണം പ്രശ്നമുണ്ടാകും. അവളുടെ പണി കൂടി ചിലപ്പോൾ പോകും. പൂജ കിരണിനെ നോക്കി. അവൻ താനിങ്ങനെ പറഞ്ഞതുകൊണ്ടാവും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തിനുള്ള അടവാണെന്നൊക്കെ തനിക്ക് നന്നായി അറിയാം. ക്ഷമിക്കുവാണ്. ഇത്രത്തോളം ദ്രോഹിച്ചവനോട് എല്ലാം മറന്ന് ക്ഷമിക്കുന്നതല്ല. തൽക്കാലം അവനെ ഇവിടുന്ന് മാറ്റാൻ ഇതേ വഴിയുള്ളൂ. താൻ പറയുന്നത് കേട്ടവൻ അടങ്ങും. കാരണം അവനാണ് ഇവിടെ ആവശ്യം. തൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടി അവൻ എന്തടവും ഇവിടെ നടത്തുമെന്ന് അവൾക്കറിയാം. പൂജ
എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇവളല്ല ആര് പറഞ്ഞാലും ഞാൻ നിന്നോട് സംസാരിക്കാതെ പോകില്ല. വന്നപ്പോൾ കണ്ട ആളിൽ നിന്ന് ഒരു മാറ്റം പോലെ. പൂജയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. ഓക്കെ, നമുക്ക് സംസാരിക്കാം. പൂജ പറയുന്നത് കേട്ട് കിരണിൻ്റെ മുഖത്ത് കൗശലം നിറഞ്ഞു. പൂജ, നീ? ഹിരണി പൂജയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടവളെ വിളിച്ചു. അവൾക്ക് പൂജ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയൊക്കെ ദ്രോഹിച്ചവനോട് അവൾക്ക് തിരിച്ച് താല്പര്യമുള്ളതുപോലെയല്ലേ ഇങ്ങനെ പറയുന്നത്? കിരണും അവളെ പരിഹാസത്തോടെ നോക്കി. വേണ്ട ഹിരണി, ഇത് ഞാനും കിരണും തമ്മിലുള്ള വിഷയമാണ്. അതിൽ നീ കയറി ഇടപെടണ്ട. പിന്നെ ഇവൻ എന്നോട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞത്? അതിന് എന്താ കുഴപ്പം? എനിക്കും സംസാരിക്കാനുണ്ട്. ഞാനായി ഇങ്ങനെയൊരു അവസരത്തിനായി കാത്തിരിക്കുമായിരുന്നു. ഇതിപ്പോൾ കിരണായി വന്ന സ്ഥിതിക്ക് എനിക്കും അവനോട് പറയാനുള്ളതൊക്കെ പറയണം. നീ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്, ഞാൻ പോകുക. എത്ര കിട്ടിയാലും പഠിക്കുവരെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഹിരണി പൂജ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി അവളുടെ വണ്ടിക്കടുത്തേക്ക് പോയി. ഹിരണിക്ക് അവൾ പറഞ്ഞതും ഇഷ്ടമായില്ല, അവിടെ നടക്കുന്നതൊന്നും ഇഷ്ടമായില്ല. എല്ലാം പൂജയുടെ നാശത്തിനുള്ള പണികളാണെന്ന് അവൾക്ക് തോന്നി. പൂജ ദീർഘനിശ്വാസത്തോടെ അവൾ സ്കൂട്ടിയും എടുത്ത് പോകുന്നത് നോക്കി നിന്നു. കിരണിനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വല്ലാത്ത സന്തോഷം തോന്നി. അവൾ തൻ്റെ വരുതിക്ക് വന്നതുപോലെ തോന്നി അവൾക്ക്. അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമായി. എങ്ങനെയാണേലും ഭീഷണിപ്പെടുത്തിയാണേലും അവളുടെ അടുത്ത് സംസാരിച്ച് അവളെ കൊണ്ടുപോകണമെന്ന് കരുതി വന്നതാണ്. ഇതിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യം വന്നില്ല. ഗൂഢമായൊരു പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി. പൂജയുടെ കണ്ണുകൾ തങ്ങൾക്ക് ചുറ്റും നീളുന്ന കണ്ണുകളിലേക്ക് നീങ്ങി. അവൾ നോക്കുന്നത് കണ്ടതും എല്ലാവരും അവരുടെ വഴിക്ക് പിരിഞ്ഞു പോയി. എന്താ നടക്കാൻ പോകുന്നത്? ഈ വന്നത് തൻ്റെ ആരാണെന്നൊക്കെ അറിയാനുള്ള വ്യഗ്രത കൊണ്ട് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ജോലിയെന്ന് കഴിയാൻ കാത്തു നിൽക്കും ഇവിടുന്ന് ഓടാൻ. എന്നാ എന്തേലും ആവശ്യം പറഞ്ഞൊരു സഹായത്തിന് വിളിച്ചാലോ? ആർക്കുമൊട്ട് സമയവുമില്ല. എന്നാൽ അന്യരുടെ വീട്ടിലെന്താ നടക്കുന്ന അറിയുകയും വേണം. പൂജ, ആ സംസാരിക്കാം. കിരണിൻ്റെ പതഞ്ഞ ശബ്ദത്തിലുള്ള വിളി കേട്ടതും അവൾ അവനെ നോക്കി പറഞ്ഞു. നീ വാ, കാറിലേക്ക് കയറും. ഇല്ല. അവൻ്റെ മുഖം പെട്ടെന്ന് മാറി അവളുടെ മറുപടി കേട്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കാമെന്ന് പറഞ്ഞത് ഇപ്പോഴല്ല, നാളെ. നാളെ രാവിലെ ഇവിടെ അടുത്തുള്ള പ്രിയ ബേക്കറിയിലേക്ക് വരണം നീ. ഞാനവിടെ ഉണ്ടാവും രാവിലെ 10 മണി കഴിയുമ്പോൾ. പൂജ, വേണ്ട, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. റൂമിൽ പോയി ഒന്ന് കുളിച്ച് കിടക്കണം. അവനെ ഒഴിവാക്കും പോലെയാണ് അവളത് പറഞ്ഞത്. കിരണിന് അവളുടെ മറുപടി അത്ര ഇഷ്ടമായില്ലെങ്കിലും അവൾ തന്നോട് സഹകരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത അവനെ ക്ഷമിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. ഓക്കെ പൂജ, നിൻ്റെ ഇഷ്ടം. എനിക്ക് എത്ര വേണേലും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരുക്കമാണ്. ഇത്രയും നാളും ഞാൻ നിനക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ, അവൻ നാടകീയമായി പറഞ്ഞു. ഞാൻ പോകുക. അവൻ്റെ കപട സംസാരം കേട്ടു നിൽക്കാൻ താല്പര്യമില്ലാതെ അവൾ പെട്ടെന്ന് വിഷയം മാറ്റി. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, എനിക്ക് 1-2 ആവശ്യമുണ്ട്. അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. എന്തൊക്കെയോ ലക്ഷ്യം കണ്ടതിൻ്റെ സന്തോഷത്തോടെ അവനും അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടുന്ന് മടങ്ങി. എന്നോടുള്ള ദേഷ്യം ഈ ചായയോട് എന്തിനാ കാണിക്കുന്നേ? എടുത്ത് കുടിക്കേ. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ കുത്തിയിരിക്കുന്നവളുടെ മുന്നിലേക്കൊരു ചായക്കപ്പ് നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് പൂജ പറഞ്ഞതും ഹിരണി അത് കേട്ടതായി പോലും ഗവനിക്കാതെ ഫോണിൽ തന്നെ മുഖം പൂഴ്ത്തിയിരിക്കുവാണ്. പൂജക്കറിയാം അവൾ തന്നോടുള്ള പിണക്കം കൊണ്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഇരിപ്പെന്ന്. കിരണിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി നേരെ ഒരു ഓട്ടോയും പിടിച്ച് ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു ഹിരണിയുടെ സ്കൂട്ടി കിടക്കുന്നത്. തന്നോട് പിണങ്ങി നേരെ ഇങ്ങ് വന്നവൾ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു ഇട്ട ഡ്രസ്സ് പോലും മാറാതെ ദേഷ്യത്തോടെ ഫോണിൽ നോക്കിയിരിക്കുന്നവളെ. അവളെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിൽ പോയൊരു ചായ ഇട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. വന്നിട്ട് ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഇല്ലെന്ന് കണ്ടാലറിയാം. അവളിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. പൂജയ്ക്ക് അത് കണ്ട് ചെറിയ ചിരി വന്നു. ഹിരണി അവളുടെ തോളിൽ പതിയെ പിടിച്ചു. എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്ക് കേട്ടിടത്തോളം മതിയായി. നിൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നല്ലേ അയാളുടെ മുന്നിൽ വെച്ച് നീ പറഞ്ഞത്? അതുപോലെ ഞാനങ്ങ് അനുസരിച്ചോളാം. പെട്ടെന്ന് പൂജയുടെ മുഖം മാറി. കെറുവോടെയുള്ള ഹിരണിയുടെ സംസാരം പൂജയെ വേദനിപ്പിച്ചെങ്കിലും അതിനേക്കാൾ വേദന അവൾക്കുണ്ടെന്ന് ഓർത്തപ്പോൾ പൂജ അവളുടെ അടുത്തേക്ക് പതിയിരുന്നു. കിരണിനെ അവിടുന്ന് ഒഴിവാക്കാൻ എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഹിരണി. അവനോട് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ നിന്നാൽ അവൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല. ഓ, നിനക്കിപ്പോൾ അവനെ പേടിയാണ്? ഹിരണി പരിഹാസത്തോടെ ചോദിച്ചു. പേടിയല്ല, പിന്നെ എന്താ? ഇത്രയ്ക്ക് നിന്നോട് ചെയ്തവനോട് എങ്ങനെ നിനക്കിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞത്?
എന്തൊക്കെയായിരുന്നു രണ്ടും കൂടി? ഇതൊന്നും അത്ര നല്ലതല്ല. നിന്റെ തലയിൽ നിന്ന് എങ്ങനെ ഊരിപ്പോയനെ വീണ്ടും തലയിൽ കയറ്റി വെക്കാനാണോ? ഹിരണി ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. പൂജ എന്നോട് സംസാരിച്ചതിൻ്റെ ദേഷ്യം അവളിൽ നിന്ന് പോയിരുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഹിരണി, ഞാൻ അവൻ്റെ കൂടെ ഇനിയും പോകുമെന്ന്? അവനെ എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ്. ഒരു കാലത്ത് ഞാൻ അവനെ സ്നേഹിച്ചതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ അവനെ വെറുക്കുന്നുണ്ട് ഇപ്പോൾ. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൻ കൂടെയുള്ള ഓരോ ഘട്ടവും ഞാൻ സ്വയം എനിക്കുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. തിരിച്ചെന്ന് വന്നപ്പോഴേക്കും എനിക്കെല്ലാം നഷ്ടമായിരുന്നു. സ്നേഹിച്ചവരും കൂടെ നിന്നവരുമൊക്കെ. പൂജയുടെ കണ്ണുകൾ സംസാരിച്ചു കൊണ്ടിരിക്കെ നിറയുന്നത് കണ്ടതും ഹിരണി വല്ലാതായ. അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ ഹിരണിയുടെ പിണക്കം. നീ എന്തു പറയാനാ അവനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ പോന്നു കഴിഞ്ഞ് നിങ്ങൾ സംസാരിച്ചോ എന്നിട്ട്? ഇല്ല, നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞ്. അവന് മാത്രമല്ല എനിക്കും അവനോട് സംസാരിക്കാനുണ്ട്. എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നവളെ ഹിരണി നോക്കിയിരുന്നു. തുടരും. അടുത്ത പാർട്ട് ഉടനെ ഇടാം. വായിക്കുന്നവർ അഭിപ്രായം പറയണം. തുടർന്നും വായിക്കണം.